നമസ്കാരം. ഗ്രീഷ്മയുടെ പ്രണയകഷായ കഥകളും അറസ്റ്റും ജയിൽവാസവും അറിഞ്ഞ് തമിഴ്നാട്ടിലെ അഴകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ വിദ്യാർത്ഥികളും ഞെട്ടി. പഠനത്തിലും കലാരംഗത്തുമൊക്കെ മിടുക്കിയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ 2 പ്രണയം. ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥി. അതിനുശേഷം PGക്ക് ചേർന്നപ്പോൾ രണ്ടാമത്തെ പ്രണയം. ഇതിൽ ഒരു കാമുകനൊപ്പം കോളേജിൽ നിന്നും ബൈക്കിൽ പോകവെയാണ് ആക്സിഡന്റ് ഉണ്ടായത്. അതുകൊണ്ടാണ് പല്ലുകൾ നഷ്ടമായത്. കാമുകൻ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കോളേജിൽ സഹപാഠിയുമായി പ്രണയം തുടരുമ്പോഴാണ് ഗ്രീഷ്മ ബസ് യാത്രയിൽ ഷാരോണിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ആ പ്രണയമാണ് കഷായച്ചതിക്ക് കാരണമായത്. പഴയ കാമുകന്മാരെല്ലാം കഷായച്ചതിക്ക് ഇരയാകാത്തതിന്റെ ആശ്വാസത്തിലാണിപ്പോൾ. ഷാരോണിന് വകവരുത്തുന്നതിന് 1.5 വർഷം മുൻപുള്ള ഒരു ചെന്നൈ യാത്രയിലാണ് ഇരുവരും പരിചയപ്പെടുന്നത്. പിന്നീട് സൗഹൃദം പ്രണയമായി. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ റേഡിയോളജി വിദ്യാർത്ഥി ഷാരോണും അഴകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ PG ലിറ്ററേച്ചർ വിദ്യാർത്ഥിനി ഗ്രീഷ്മയും തമ്മിൽ പ്രണയമായപ്പോൾ തന്റെ അനുജന്റെ പ്രായമേ ഷാരോണിനുള്ളൂ എന്ന കാര്യം ഗ്രീഷ്മ ആലോചിച്ചില്ല. ബസ്സിലെ പരിചയം പ്രണയമായി വളർന്ന ശേഷം ഇരുവരും ഒരുമിച്ച് ബൈക്കിലാണ് കോളേജിൽ പോയിരുന്നത്. കോളേജിലെ കാമുകനോടും സഹപാഠികളോടും ഷാരോണിനെ കുറിച്ച് പറഞ്ഞിരുന്നത് തമ്പി എന്നായിരുന്നു. ഗ്രീഷ്മയുടെ വാക്ക് വിശ്വസിച്ച സഹപാഠികൾ ഷാരോണിന് അനിയന്റെ സ്ഥാനം നൽകി. അതുകൊണ്ട് തന്നെ മുസ്ലിയാർ കോളേജിൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഷാരോണിനും ഉണ്ടായിരുന്നു. BAക്ക് റാങ്ക് ഹോൾഡർ എന്ന പരിഗണനയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ താരം തന്നെയായിരുന്നു ഗ്രീഷ്മ. കോളേജിലെ പ്രണയവും ഷാരോണുമായുള്ള സ്നേഹബന്ധവും നാഗർകോവിലിലെ സൈനികനുമായി വിവാഹം ഉറപ്പിച്ച ശേഷമുണ്ടായ റിലേഷനുമൊക്കെ വളരെ വിദഗ്ധമായാണ് ഗ്രീഷ്മ കൈകാര്യം ചെയ്തത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗ്രീഷ്മ ആദ്യ പ്രണയത്തിൽപ്പെട്ടത്. എപ്പോഴും ഒരു കാമുകൻ വേണമെന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നു. ആദ്യ പ്രണയം സഹപാഠിയോട്. ആദ്യത്തേതുൾപ്പെടെ 4 പേരെ ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടെന്ന് ഗ്രീഷ്മ മൊഴി നൽകി. ഇതിൽ ഷാരോൺ ഉൾപ്പെടെ 3 പേരെയും പ്രണയിക്കാൻ താൻ തന്നെയാണ് മുൻകൈ എടുത്തതെന്ന് ഗ്രീഷ്മ സമ്മതിച്ചിരുന്നു. ഗ്രീഷ്മയെ വിവാഹം കഴിക്കാനിരുന്ന നാഗർകോവിലെ സൈനികനെ ജമ്മുവിൽ നിന്നും വിളിച്ചു വരുത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. നാട്ടിലുള്ള ഒരു കാമുകന്റെയും മൊഴിയെടുത്തിരുന്നു. ഷാരോണിനെ പ്രണയിക്കുന്നതിന് മുൻപ് ഗ്രീഷ്മയ്ക്ക് 4 പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ബന്ധു വെളിപ്പെടുത്തിയത്. ഗ്രീഷ്മയുടെ അയൽവാസികൾ തന്നെയാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്ന് ബന്ധുവായ ഇയാൾ പറയുന്നു. ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്ന് ജാതകത്തിൽ പറയുന്നത് ഗ്രീഷ്മ വിശ്വസിച്ചിരുന്നുവെന്നും ഇതിന് ഇരയായി മാറ്റുകയായിരുന്നു പ്രണയബന്ധങ്ങളെ എന്നാണ് ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ. മറ്റൊരു യുവാവുമായി ബൈക്കിൽ ചുറ്റുന്നതിനിടെ സംഭവിച്ച ആക്സിഡന്റിലാണ് ഗ്രീഷ്മയുടെ മുൻവശത്തെ പല്ല് പോയത്. ഷാരോണിനോട് ഗ്രീഷ്മ തന്റെ ജാതകത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ വിശ്വസിച്ചിരുന്നില്ല. നാഗർകോവിലുള്ള സൈനികനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഷാരോണിൽ നിന്ന് അകലാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു. ഗ്രീഷ്മയുടെ അമ്മ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഷാരോണിനെ ഫോണിൽ വിളിച്ചു. എന്നാൽ ജാതകദോഷം അവസാനിപ്പിക്കാൻ ഷാരോണിനെ ഇരയാക്കിയോ എന്ന സംശയം നാട്ടുകാർക്കുണ്ട്. ഷാരോണിന്റെ വീട്ടിൽ വച്ചാണ് ഗ്രീഷ്മയെ താലി കെട്ടിയത്. തമിഴ്നാട് അതിർത്തിയിലെ കുഴുത്തുറ പാലത്തിന് സമീപത്ത് വച്ചാണ് ഇരുവരും പലപ്പോഴും കണ്ടുമുട്ടിയത്. നവംബർ മാസത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാമെന്ന് ഷാരോണിന് ഗ്രീഷ്മ വാക്കു നൽകിയിരുന്നു. ജാതകദോഷം അവസാനിപ്പിക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ ഉദ്ദേശമെന്നും ബന്ധു പറയുന്നു.